അമ്മ എന്താണ് രാവിലെ വെച്ചിട്ട് പരിപാടി? രാവിലെ അച്ഛൻ കുറെ ദിവസം ഉണ്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ പറയുന്നു തന്നെ. അപ്പൊ ഗോതമ്പ് റവയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണ അമ്മ. അപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മ എന്താ പറയാ, ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോ സ്കൂളിൽ പഠിച്ച കാലത്താണ് ഞങ്ങൾ ഇങ്ങനത്തെ റവയൊക്കെ ഉപ്മാവ് ഉണ്ടാക്കുക. ഗോതമ്പ് മുക്ക് ഗോതമ്പ് നൈസാണ്, അപ്പൊ നന്നായിരിക്കും. അപ്പൊ അതിന് എന്നാ ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ വീട്ടിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചു ഗോതമ്പ് ഉപ്മാവാണ് അച്ഛന് ഇഷ്ടമാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ അതിലേക്ക് സബോളയും 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വറമുളക് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിപ്പോ ഗോതമ്പിന്റെ റവന്റെ അളവ് എങ്ങനെ പറഞ്ഞ അമ്മ നാഴി ഗോതമ്പ് എടുത്തിട്ടുണ്ട് പറഞ്ഞ നാവിരി വെള്ളം ഒഴിക്കും. അമ്മ ശരിക്കും അളന്നൊന്നും ഒഴിക്കില്ല. അമ്മയ്ക്ക് സുമാർ കണക്കുണ്ട്. ആ കണക്കിന് അമ്മ ഒഴിക്കും. എന്നാലും ഇപ്പൊ നമുക്കിപ്പോ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അമ്മ പാത്രം അളക്കുന്നതും കണ്ടിട്ടില്ല. അമ്മ സാധനം ഇടണം കാണാൻ സുമാർ വെള്ളം ഒഴിക്കും. പക്ഷെ കറക്റ്റ് ആയിരിക്കും. അത് അതിന്റെ ഒരു കൈക്കണക്കാണല്ലോ. തുടങ്ങാനമ്മ കറിയിട്ട് കൊടുത്തു. മുളകിട്ട് സവോളയും പച്ചമുളക് ഇട്ട് കൊടുത്തു. സവോള നല്ലോണം ആകുമെന്ന് മാറ്റാന് ഒരുവിധം വാടി ഒരുവിധമായി. അപ്പൊ അമ്മ അതിന് തേങ്ങയും ഇത് ഇട്ട് കൊടുക്കണം. ശരിയാണ്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നമുക്ക് ചട്നി ഒന്നും വേണ്ട. ഒരു മാങ്ങാച്ചാറോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നന്നായിരിക്കും. പഴമാണെങ്കിലും നമുക്ക് കഴിക്കാം. റവ ഉപ്പാവ് പോലെയല്ല, ഗോതമ്പ് റവ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. അത്യാവശ്യം സവോളയും തേങ്ങയൊക്കെ നല്ലോണം അതിൻ്റെ ഒപ്പം ചേർത്തതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്യാവശ്യം ചേർത്തും വേണം അല്ലേ മാ? ഇതൊരു കട്ടൻ ചായയൊക്കെ വെച്ചാ അപ്പൊ അതിലേക്കുള്ളതാ വെള്ളം ഒഴിച്ചു കൊടുക്കും. ശരി. അതിന് അമ്മ കല്ലുപ്പാണ് ഇടുക. എനിക്ക് അതാണ് കയ്യിലേക്ക് ഒരു വയം കിട്ടുക. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് വെള്ളം തിളയ്ക്കുമ്പോ നമുക്കിത് കൊട്ടാം. വെള്ളമൊക്കെ തിളച്ചു അമ്മയപ്പോ ഇത് ഗോതമ്പ് ഇട്ട് കൊടുക്കും. ശരി. നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. നല്ല ചെറിയ തീരെ കറങ്ങാവട്ടെ അല്ലേ? മാവൊക്കെ റെഡിയായി. ഏകദേശം വെള്ളമൊക്കെ റെഡിയായി. നമ്മൾ അടിയിലൊന്നും ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരുപാട് ഒലർച്ച പറ്റില്ല. അച്ഛനത്തിരി ഇങ്ങനെ മയത്തിൽ വേണം. മയത്തിൽ വേണം അല്ലേ? അപ്പൊ അമ്മന്റെ വെള്ളം അളവൊക്കെ പാകമാണ്. ഇതിലൂടെ പഴമോ ചട്നിയോ നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള കട്ടി റൈത്തിയോ റൈത്തിയാണെങ്കിൽ ഉണ്ടായിരിക്കും. അച്ചാറോ എന്ത് വേണമെങ്കിൽ എൻ്റെ കൂടെ കഴിക്കാം. സംഭവം സൂപ്പറാണ്. റെഡിയായി. ഒരു പള്ളിയിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ എടുക്കാം, നമുക്ക് എടുത്ത് കഴിക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ്, വലിയ പണിയൊന്നും ഇല്ല, എളുപ്പമാണ്. രാവിലെ വെച്ച് നമുക്ക് വേഗം എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി അമ്മ. അതെ. അപ്പോൾ എല്ലാവരും അമ്മ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അമ്മ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.